സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ നിവിൻ പോളിയെ 6ാം പ്രതിയാക്കിയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. നടൻ നിവിൻ പോളിക്കെതിരെ പീഡന കേസ് എറണാകുളം മൂന്നുകൽ പോലീസാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. ജീവിക്കുന്നതിനിടയ്ക്ക് ഓരോ കോടാലി അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിലാണ് കേസ്. നിങ്ങൾ ഈ പറയുന്നത് അവനെ പറ്റിട്ട് നാട്ടുകാർക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലല്ല. നാട്ടിലെ ആളൊരു മാന്യൻ, എന്നാലേ അവന്റെ കളി മുഴുവൻ നാട്ടിന് പുറത്താ. കഴിഞ്ഞ വർഷം നവംബറിൽ ദുബായിൽ വെച്ച് പീഡിപ്പിച്ചു എന്നതാണ് പരാതി. വീട്ടുകാരെന്നല്ല സ്വന്തം കൂട്ടുകാരും വിശ്വസിക്കില്ല. എന്റെ ചങ്കിലാകൊള്ളുന്നത് ഓരോരുത്തന്മാര് കളിയാക്കുമ്പോ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല, എവിടെ തുടങ്ങണമെന്നറിയാൻ പാടില്ല. ജേക്കബിന്റെ മകൻ എന്റെ മുന്നിൽ നിന്ന് കരയാൻ പാടില്ല, തോറ്റുപോയതിനെ പോലെ വന്ന് നിൽക്കാൻ പാടില്ല. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? 5 മണിക്ക് പ്രസ് ക്ലബിൽ ഒന്നിച്ച് നടത്തുന്ന ഒരു പ്രസ് കോൺഫറൻസ്. നിവിൻ പോളി എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വാഹനം അവിടേക്ക് എത്തുകയാണ്. നിവിൻ പോളിയുടെ കാറാണത്. വാർത്താ സമ്മേളനത്തിനായി എത്തുകയാണ്. എനിക്കിപ്പോ അവരെ കാണണം, എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം. ഇത്തരത്തിലുള്ള രസകഥകൾക്ക് നിങ്ങൾക്ക് താല്പര്യമില്ല അല്ലെ? ഞാൻ ഏതായാലും ഒന്ന് മുട്ടി നോക്കട്ടെ. ഈ പരാതി വ്യാജമാണെന്നും അടിസ്ഥാനരഹിതമാണെന്നും ഉള്ള ഒരു കുറിപ്പ് നിവിൻ ഇട്ടിരുന്നു. നിവിൻ പോളി വളരെ കോൺഫിഡന്റ് ആയാണ് വരുന്നത്. ബഹളം വെക്കണ്ട, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടേ ഞാൻ പോകും. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞിട്ടേ ഞാൻ പോകും. ഞാൻ ഇന്ന് തന്നെ ഇത് വിളിച്ചതിന്റെ റീസൺ ഇത് ഇങ്ങനെ വലിച്ചു കിട്ടേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഓടി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ധൈര്യമുണ്ടാവുന്നതിന് കാരണം 2: 1 ഭ്രാന്തായതുകൊണ്ട്, 2 ആദർശം കൊണ്ട്. നിങ്ങളുടെ ഒരടവും ഈ ഗോപാലകൃഷ്ണ പണിക്കരുത്ത് എടുക്കണ്ട. ഭാഗത്ത് ന്യായമുണ്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ മീഡിയനെ എനിക്ക് ഇന്ന് തന്നെ പ്രസ് മീറ്റ് വിളിച്ച് എല്ലാവരും കാണണമെന്ന് പറഞ്ഞത്. നിയമ നടപടികൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കരുത്, എല്ലാം നിയമത്തിന്റെ വഴിക്ക് നടക്കണം. എൻ്റെ അങ്ങനെ തെളിവുകളൊന്നുമില്ല, പക്ഷെ ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ്. ആരോപണങ്ങളല്ലേ, നിയമവും പോലീസും ഒക്കെ ഉണ്ടല്ലോ. അനാവശ്യമായിട്ട് മീഡിയ വളരെ ഭയങ്കര പീഡന കേസ് പ്രതി എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുന്നവരാണല്ലോ. അപ്പോൾ നിങ്ങളും ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അന്വേഷിച്ച് ചെയ്തൊരു റിക്വസ്റ്റ് ആണ്. പക്ഷേ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ പോരാടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് ഈ വിഷവൈദ്യന്മാര് ഉഗ്രവിഷമുള്ള പാമ്പിനെ വിളിച്ചു വരുത്തി അതിനെ കൊണ്ട് കടിയേറ്റവന്റെ മുറിപ്പാടിൽ നിന്നും വിഷം വലിച്ചെടുപ്പിക്കില്ലേ? അതാണ് എന്റെ പ്ലാൻ. സമ്മതിച്ചിരിക്കുന്നു കോട്ടപ്പള്ളി. ഈ കാര്യത്തിൽ താത്വികാചാരനായ എന്നെ താൻ കടത്തി വെട്ടിയിരിക്കുന്നു. ആദ്യം സുനന്ദയുടെ നിലപാട് എന്താണെന്ന് മനസ്സിലാക്കണം. എനിക്കൊരു സിനിമയിൽ ചാൻസ് മേടിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി തന്നു. പുള്ളിയുടെ പേര് AK സുനിൽ എന്നാണ്. അറിയില്ല, എനിക്കൊന്നും അറിയില്ല. പുള്ളി ഇന്റർവ്യൂ വിളിച്ചിട്ട് നമ്മളെ ശാരീരികമായി ഉപയോഗിച്ചു. അത് കഴിഞ്ഞിട്ടാണ് നിവിൻ പോളി ബഷീർ അങ്ങനെ 2 പേരെ കുട്ടൻ എന്ന് പറഞ്ഞ ഒരാളെ പരിചയപ്പെട്ടത്. ഇവരിൽ നിന്ന് മോശമായ അനുഭവമാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ കഥകൾ എന്താ ആർക്കാ പാടി നടക്കാൻ വയ്യാത്ത? കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഗുണമുള്ളൂ. തമാശ കളിച്ചങ്ങ് സീരിയസ് ആയി.